ഹായ് ഫ്രണ്ട്സ്, ഈ മെറ്റീരിയൽ കണ്ടോ? ഇത് കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഈ സമ്മർ ഇൻ ബത്ലഹേമിനകത്തെ ഈ പാട്ട് സീനാണ്. അതിനകത്ത് ഒരൊറ്റ സീനിലെ ഈ ഡ്രസ്സ് കാണിച്ചിട്ടുള്ളൂ. നമുക്ക് കുറേ പ്രാവശ്യം ഇടേണ്ടതുകൊണ്ട് ഇങ്ങനെ തയ്ക്കുന്നില്ല, വേറൊരു രീതിക്ക് സ്റ്റിച്ച് ചെയ്യാവേ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ്. ഈ മെറ്റീരിയൽ കണ്ടോ? ഞാൻ മീഷോയിൽ നിന്ന് എടുത്താണേ. ഏതോ 150 രൂപ ഏതാണ്ടേ ഉള്ളേ. പക്ഷേ ഇതിന് നമ്മൾ ഒരിക്കലും കാശ് മുടക്കി യോക്ക് വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അലമാര തുറന്ന് നോക്കുക, ഏതെങ്കിലും ഉപയോഗശൂന്യമായ എന്തെങ്കിലും വസ്തുക്കൾ അതിനകത്തുണ്ടാവും. അങ്ങനെ കിട്ടിയതാണ് ഈ പാൻറ്റ്. അധികം ഞാൻ ഇട്ടിട്ടില്ലേ, പക്ഷേങ്കിൽ ഇത് ഹക്കോബ ഫാബ്രിക്കാണ്, കാണാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ കട്ട് ചെയ്ത് വെട്ടിമുറിച്ചു. അതിന് ഇങ്ങനെ ഒരു ടോപ്പാക്കാൻ നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ യോക്ക് പോർഷനാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ഞാൻ 10 ഇഞ്ച് താഴേക്കാണ് യോക്ക് എടുത്തേക്കുന്നത്, ഷോൾഡറിൽ നിന്ന് താഴോട്ടെ. അതുപോലെ എടുത്തിട്ട് ഷോൾഡർ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് നെക്ക് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്ത് നമ്മുടെ എത്ര മെഷർമെൻ്റാണോ നമുക്ക് വേണ്ടി അതെല്ലാം മാർക്ക് ചെയ്യണം. സാധാരണ ടോപ്പിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്ക് പീസാണ് ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസിന് നമ്മൾ ഒരു എ ലൈൻ മോഡലിലാണ് ചെയ്യുന്നത്. സ്ലിറ്റ് ഇല്ലാത്തൊരു പ്ലീറ്റഡ് കുർത്തി പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടോ ബാക്ക് ഇതുപോലെ ബാക്ക് പീസും അതേപോലെ തന്നെ 10 ഇഞ്ച് യോക്കിൽ കട്ട് ചെയ്തെടുത്തിട്ട് ടോട്ടൽ ഒരു 48 ഇഞ്ച് നീളം വരുന്ന പോലെ, ലെങ്ത് വരുന്ന പോലെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ സ്ലീവിൽ വെക്കാനായിട്ട് പടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ബാക്കിയുള്ള അത്രയും പീസും ഞാനതിങ്ങനെ പ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതേപോലെ പ്ലീറ്റ് ഇങ്ങനെ മടക്കി മടക്കി എടുത്തിട്ട് ഫ്രണ്ടിലത്തെ യോക്ക് പീസുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. എത്ര പ്ലീറ്റ്സ് വേണോ അത്രയും പ്ലീറ്റ്സ് ഇതേപോലെ ഇട്ടിട്ട് കണ്ടോ, സൈഡ് വരാൻ വേണ്ടിയിട്ട് ഒരു 2 പ്ലീറ്റ് അങ്ങ് വിട്ട് കൊടുക്കുക. അതിന് ശേഷം യോക്കിൻ്റെ ബാലൻസ് ക്ലോത്ത് ഇരുന്നത് കൊണ്ട് ഫുള്ള് ഞാനങ്ങ് സ്ലീവ് ചെയ്തേ. പഫ് സ്ലീവാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ പഫ് വരുന്ന പോലത്തെ ഒരു സ്ലീവാണ് ചെയ്തേക്കുന്നത്. കുറച്ച് വലുതായി പോയോ എന്നൊരു സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതേപോലെ കട്ട് ചെയ്തെടുത്തേ. അങ്ങനെ ഫ്രണ്ടും ബാക്കും സ്ലീവും കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റത്തില്ല. റൗണ്ട് നെക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിലേക്കാക്കി അടിച്ചു കൊടുത്തേ. ടോപ്പ് സ്റ്റിച്ചും ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ട് ലൈനിങ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ കണ്ടോ. ഹക്കോബായുടെ ക്ലോത്ത് കണ്ടോ, ചെറിയ ചെറിയ പ്രിൻ്റുണ്ട്. പ്രിൻ്റല്ല, എംബ്രോയ്ഡറി ഉള്ളതാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, വൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയത്തില്ല. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയൊരു ഇതേപോലത്തെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫ്രണ്ട് പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. തുടക്കക്കാർക്കും അത്യാവശ്യം മെഷീൻ ചവിട്ടാൻ അറിയാവുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഒരു 20 മണിക്കൂറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം തീരുന്നതാണ്. പിന്നെ ആ സ്ലീവ് നമുക്ക് ചെയ്യാവേ. സ്ലീവ് ഇതുപോലെ എടുത്തിട്ട് താഴ്ഭാഗം നമുക്ക് 10.5 ഇഞ്ച് വണ്ണം വേണമെങ്കിൽ അതിന് ആവശ്യമായ രീതിയിൽ 2-3 പ്ലീറ്റ്സ് ഇതുപോലെ ഒരു 4-5 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആ പടി എടുത്ത്, അതുണ്ടോ ആ പടിയുണ്ടോ, ആ പടി അങ്ങനെ പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആ ഫ്രണ്ട് പ്ലീറ്റ്സ് ഒന്ന് റഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ, ഒന്ന് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് എത്ര ഇഞ്ച് വേണമെന്ന് പിടിച്ച് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണേ. അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് പീസ് ലാസ്റ്റ് ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഇതുപോലെ ഫ്രണ്ടിൽ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുന്നത്. അത് കഴിഞ്ഞ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ സെൻറ്ററിൽ നിന്ന് എപ്പോഴും ഞാൻ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് സെൻറ്ററിൽ നിന്നാണ്. അപ്പം നമുക്ക് പ്ലീറ്റ്സ് എല്ലാം 2 സൈഡും കറക്റ്റായിട്ട് വരികയും ചെയ്യും. നീളക്കൂടുതലും കുറവും ഒന്നും വരത്തില്ല. കറക്റ്റായിട്ട് ആം ഹോള് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്ലീറ്റ്സ് ഒന്നും വരാതെ നീറ്റായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഷോൾഡർ സെൻറ്ററിൽ നിന്ന് സ്ലീവിൻ്റെ സെൻറ്ററും പിടിച്ച് അതിന് ശേഷം നമ്മൾ ആ പ്ലീറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് സെൻറ്ററൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ആ യോക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, അത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കും അതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ബാക്ക് പീസ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, കറക്റ്റായിട്ട്
സെൻറ്റർ വരുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്വശം നമുക്ക് എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം, ഞാനൊരു 48 ടോട്ടൽ ലെങ്ത്ത് വരുന്ന പോലെ ചെയ്തേക്കുന്നത്. ബാക്കിയുള്ളത് കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോഡി ചെസ്റ്റ് മെഷർമെൻറ്റും വേസ്റ്റ് മെഷർമെൻറ്റും ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം സൈഡ് ഇതേപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചുരിദാറല്ല ടോപ്പ് റെഡിയായി. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.